വാട്സ്ആപ്പ് ഗൈസ്, ഇന്ന് നമ്മളുള്ളത് PPS Skoda ട്രിവാൻഡ്രത്താണ്. ആക്ച്വലി ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് കുറച്ച് വീക്സ് ആയി, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പോയ ഡേ അവരുടെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓണം പൂക്കളം, അതിൻ്റെ അത് നടുവിലായിട്ടൊരു സ്കോഡ ലോഗൊക്കെ ഉണ്ട്. എനിവേ, നമ്മൾ പോയത് ഈ ഒരു മുതലിനെ നോക്കാനാണ്. ദ Skoda Slavia Sportline in all its glory. ഗൈസ്, ഞാൻ ഒന്നും പറയണ്ടല്ലോ അല്ലേ. എൻ്റെ മുന്നേ കാറ് കാണാനായിട്ട് ഒരു രക്ഷയില്ല. ഞാൻ ലാവ ബ്ലൂ കളർ സ്പോർട്ട്ലൈൻ നോക്കാനായിട്ട് അങ്ങോട്ട് പോയത്, ബട്ട് കാർബൺ സ്റ്റീൽ കളർ സ്പോർട്ട്ലൈൻ വേരിയൻ്റ് കണ്ടതിന് ശേഷം എൻ്റെ കണ്ണ് വേറെ എങ്ങോട്ടും പോകുന്നില്ല. ഇറ്റ് ലുക്സ് സൂപ്പർ ഗോർജിയസ്. സോ എനിവേ, ആദ്യം തന്നെ ഡിഫറൻസ് ഫ്രം റെഗുലർ വേരിയൻ്റ് നമുക്ക് നോക്കാം. ഫ്രണ്ട് ഗ്രില്ലിലെ എല്ലാ ക്രോം എലമെൻറ്റ്സും ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ഫോഗ് ലാംപ്സിൻ്റെ മുകളിലുള്ള ക്രോം സ്ട്രിപ്പും ബ്ലാക്ക്ഡ് ഔട്ട് ആണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ സൈഡിൽ ഒരു ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഇൻ ഗ്ലോസി ബ്ലാക്ക് കളർ. അത് ഒട്ടും ഓവറാക്കാത്ത നല്ല ക്ലീൻ ഐറ്റമാണ്. അലോയ്സ് ടോപ്പ് വേരിയൻറ്റ് വരുന്ന പോലത്തെ ഡയമണ്ട് കട്ടല്ല, ഇൻസ്റ്റഡ് സിഗ്നേച്ചർ അല്ലെങ്കിൽ അംബീഷൻ വേരിയൻറ്റിൽ വരുന്ന പോലത്തെ നോർമൽ അലോയ്സ് ആണ്, ബട്ട് ഇൻ ബ്ലാക്ക് കളർ. അൺഫോർച്ചുനേറ്റ്ലി ബ്രേക്ക് കാലിബേഴ്സിന് പെയിൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ സൈഡ് ഡോറിൻ്റെ താഴെ ഒരു സൈഡ് സ്കിർട്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഇൻ ബ്ലാക്ക് കളർ. ഡോർ ഹാൻഡിൽസ് ഇപ്പോഴും ക്രോം കളറിൽ തന്നെയാണ്. അതുപോലെ തന്നെ മിറേഴ്സ് ഇപ്പോഴും ബോഡി കളേർഡാണ്. കാറിൻ്റെ റൂഫ് ഈസ് ഫുള്ളി ബ്ലാക്ക്ഡ് ഔട്ട് വിത്ത് ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റ്. റിയർ സൈഡിൽ വരുമ്പോൾ നമുക്കൊരു പുതിയ ന്യൂ ലിപ് സ്പോയിലർ കാണാൻ പറ്റും, വിച്ച് ലുക്സ് അമേസിങ്. നമ്മുടെ BMW M Sport സ്പോയിലറിനെ പോലത്തെ ചെറിയൊരു കട്ടൊക്കെയുള്ളൊരു സ്പോയിലറാണിത്. ദാറ്റ് ഈസ് ഓൾസോ ഇൻ ദ ഗ്ലോസി ബ്ലാക്ക് കളർ. അതുപോലെ തന്നെ സ്കോഡയുടെ ലെറ്ററിങ്സും സ്ലാവിയ ആൻഡ് TSA ബാഡ്ജിങ്ങും ഇതെല്ലാം ഫുള്ളി ബ്ലാക്ക്ഡ് ഔട്ട് ആണ്. ഐ നെവർ തോട്ട് കാർബൺ സ്റ്റീൽ കളർ ആൻഡ് ഗ്ലോസി ബ്ലാക്ക് ഹാസ് ദിസ് മച്ച് കോൺട്രാസ്റ്റ്. താഴെ ഒരു റിയർ ഡിഫ്യൂസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും ഗ്ലോസി ബ്ലാക്ക് കളറാണ്. അതും ഒരു മിനിമൽ ഡിസൈനാണ്. ഇറ്റ് ലുക്സ് സൂപ്പർ ക്ലീൻ. അതുപോലെ തന്നെ വേറൊരു എക്സൈറ്റിംഗ് ആൻഡ് ഹാപ്പി ന്യൂസ് എന്ന് വെച്ചാൽ ഈ സ്പോർട്ട്ലൈൻ കിറ്റ് സ്പോർട്ട്ലൈൻ മോഡലിന് എക്സ്ക്ലൂസീവ് അല്ല. വി ക്യാൻ ഓൾസോ ഗെറ്റ് ഇറ്റ് ഫ്രം ദ സർവീസ് സ്റ്റേഷൻ. അവിടെ വെച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് ആസ് ഓഫ് നൗ ഇതിൻ്റെ പ്രൈസിങ്സും വേറെ ഡീറ്റെയിൽസ് ഒന്നും അവൈലബിൾ അല്ല. ഞാൻ ചോദിച്ചപ്പോൾ നെക്സ്റ്റ് മന്ത് ആകുമെന്നാണ് പറഞ്ഞത്. സോ വൺസ് ഇറ്റ്സ് അവൈലബിൾ ഐ വിൽ ഡെഫിനറ്റ്ലി അപ്ഡേറ്റ് യു ഗൈസ്. അവിടെ വൈറ്റ് കളർ സ്പോർട്ട്ലൈൻ വേരിയൻ്റ് അവൈലബിൾ ആയിരുന്നു. ഇതിൽ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആ എൻ്റെ ബ്ലാക്ക് ഡോട്ട് പോർഷൻസ്. സ്കോഡയുടെ ലോഗോ ഇപ്പോഴും പഴയ പോലെ തന്നെ ക്രോം കളർ തന്നെയാണ്. അതുപോലെ തന്നെ സൈഡിൽ ഒരു സ്കോഡയുടെ ബാഡ്ജിങ് ഉണ്ട്, അതും ക്രോം കളർ തന്നെയാണ്. എനിവേ, കാറിൻ്റെ ബാക്കിലെ ഈ ലെറ്റേഴ്സും ഇതെല്ലാം ബ്ലാക്ക്ഡ് ഔട്ട് ആയപ്പം ഇത് വൈറ്റുമായിട്ട് നല്ല കോൺട്രാസ്റ്റ് തോന്നുന്നുണ്ട്. ആൻഡ് ഇറ്റ് ലുക്സ് അമേസിങ്. ഞാൻ പറയാൻ മറന്ന വേറൊരു കാര്യം, ബോത്ത് സ്ലാവിയ ആൻഡ് കുഷാക് നൗ ഹാസ് സ്മോക്ഡ് ഔട്ട് ടെയിൽ ലാംപ്സ്. നമ്മുടെ ആക്ച്വലി ആഫ്റ്റർ മാർക്കറ്റ് കൊടുത്ത് നമ്മൾ ടെയിൽ ലാമ്പൊക്കെ സ്മോക്ക് ചെയ്യാറുണ്ട്, ബട്ട് ഇത് ആക്ച്വലി ഇൻബിൽട്ടായിട്ട് കമ്പനിയിൽ തന്നെ വരുന്നുണ്ട്. ടെയിൽ ലാംപ്സ് എല്ലാം കുറച്ച് ബ്ലാക്ക്ഡ് ഔട്ട് ആണ്. പിന്നെ വേറൊരു ഡിഫറൻസ് ഞാൻ കണ്ടത്, വൈറ്റ് കളർ സ്പോർട്ട്ലൈൻ വേരിയൻറ്റിൽ ബോഡി കളർ മിറർ അല്ല വരുന്നത്, പകരം ബ്ലാക്ക്ഡ് ഔട്ട് മിററാണ്, വിച്ച് ആക്ച്വലി ലുക്സ് ബെറ്റർ. സ്കോഡ കുഷാക്കിലും അതുപോലെ തന്നെ കുറച്ച് ബ്ലാക്ക്ഡ് ഔട്ട് പോർഷൻസും നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എയറോ കിറ്റ്സൊക്കെയാണ് എക്സ്ട്രാ ഉള്ളത്. ഞാൻ ഒരുപാട് ഡീക്രോം ചെയ്ത വീഡിയോസ് കണ്ടിട്ടുണ്ട്, ബട്ട് ആദ്യമായിട്ടാണ് നേരിട്ടൊരു ഡീക്രോം ചെയ്ത സ്ലാവിയ അല്ലെങ്കിൽ കുഷാക്ക് കാണുന്നത്. ഇറ്റ് ലുക്സ് റിയലി ഗുഡ് ഇൻ റിയൽ ലൈഫ്. അതുപോലെ നേരത്തെയുള്ള അതേ ഡിഫറൻസ് ഇപ്പോഴും ഉണ്ട്. അതായത് സ്കോഡ സ്ലാവിയ ഇപ്പോഴും 16 ഇഞ്ച് അലോയ്സിലാണ്, കുഷാക്ക് ആണെങ്കിൽ 7 ഇഞ്ച് അലോയ്സ് വരുന്നുണ്ട്. എനിവേ, ബോത്ത് കാർസിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇഫ് ഗോഡ് ഹെൽപ്സ്, ക്യാഷ് സെറ്റായി കഴിഞ്ഞാൽ ഐ വിൽ ബി ഡെഫിനറ്റ്ലി ഡൂയിങ് സം സ്ലൈറ്റ് ചേഞ്ചസ് ടു മൈ കാർ. സോ ഐ ഹോപ്പ് എവരി വൺ ഹാസ് എൻജോയ് ദ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ. ടേക്ക് കെയർ.